Hello and welcome back to another video on daily use ചെറിയ sentences. കഴിഞ്ഞ വീഡിയോയിൽ അതായത് ലെസൺ 84-ൽ ഞാനൊരു പാരഗ്രാഫ് എടുത്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് പലർക്കും ഇഷ്ടമായെന്ന് കമന്റ്സിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഞാൻ ഈ വീഡിയോയും അതുപോലെ തന്നെ ചെയ്യാമെന്ന് കരുതിയത്. പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ ഒരു ഭാഗമാണ് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. 2014-ൽ കാരുണ്യ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ 1 കോടി രൂപ ലഭിച്ച ആളാണ് രാമകൃഷ്ണൻ. 2014-ൽ കാരുണ്യ ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ 1 കോടി രൂപ ലഭിച്ച ആളാണ് രാമകൃഷ്ണൻ. Ramakrishnan is the person who received 1 crore as the first prize in the 2014 Karunya lottery. Ramakrishnan is the person who received 1 crore as the first prize in the 2014 Karunya lottery. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും പറയാം. In the 2014 Karunya lottery, Ramakrishnan won the first prize of 1 crore rupees. In the 2014 Karunya lottery, Ramakrishnan won the first prize of 1 crore. WON, won എന്ന വാക്ക് വിൻ എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. വിൻ എന്ന് പറഞ്ഞാൽ വിജയിക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക. അപ്പോ 2014-ത്തെ കാര്യം പറയുന്നത് കൊണ്ട് നമ്മൾ വിൻ എന്ന വാക്കിന്റെ അതായത് WIN എന്ന വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആയ WON ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉപജീവന മാർഗമായി ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു. ഇപ്പോൾ ഉപജീവന മാർഗമായി അല്ലെങ്കിൽ വരുമാന മാർഗമായി ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു. He now sells lottery tickets for his livelihood. He now sells lottery tickets for his livelihood. ഉപജീവന മാർഗം എന്നത് ഇംഗ്ലീഷിൽ ലൈവ്ലിഹുഡ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കണം. ലൈവ്ലിഹുഡ്. നികുതിയും മറ്റും കിഴിച്ച് 63 ലക്ഷം കയ്യിൽ കിട്ടി. നികുതിയും മറ്റും കിഴിച്ച ശേഷം 63 ലക്ഷം കയ്യിൽ കിട്ടി. നികുതിയും മറ്റും കിഴിച്ച ശേഷം 63 ലക്ഷം കയ്യിൽ കിട്ടി. After tax and other deductions, he got അല്ലെങ്കിൽ he received 63 lakhs in hand. After tax and other deductions എന്ന് പറഞ്ഞാൽ കിഴിവുകൾ. അപ്പോ ഒരു കാര്യം കിഴിക്കുന്നതിനെ നമ്മൾ ഡിഡക്ട് ചെയ്യുക എന്നാണ് പറയുക. അപ്പൊ ടാക്സ് ഡിഡക്ട് ചെയ്തു അല്ലെങ്കിൽ PF ഡിഡക്ട് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന ഡിഡക്ഷൻസിന് ശേഷം രാമകൃഷ്ണൻ റിസീവ്ഡ് 63 ലക്ഷം 63 lakhs ഇൻ ഹാൻഡ് കയ്യിൽ കിട്ടി എന്നാണ് പറയുന്നത്. പണം കുടുംബത്തിനു വേണ്ടിയും പൊളിഞ്ഞു വീഴാറായ വീട് പുതുക്കി പണിയുന്നതിനും ചെലവഴിച്ചു. പണം കുടുംബത്തിനു വേണ്ടിയും പൊളിഞ്ഞു വീഴാറായ വീട് പുതുക്കി പണിയുന്നതിനും ചെലവഴിച്ചു. The money was spent on his family and for refurbishing his dilapidated house. The money was spent on his family and for refurbishing his dilapidated house. ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട വാക്കുകൾ റിഫർബിഷിംഗ് എന്ന് പറഞ്ഞാൽ പുതുക്കിപ്പണിയുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീട് ഞാൻ പുതുക്കിപ്പണിയുകയാണ് എന്ന് പറയണമെങ്കിൽ ഐ ആം റിഫർബിഷിംഗ് മൈ ഹൗസ്. ഓക്കെ, അല്ലെങ്കിൽ അയാളുടെ വീട് പുതുക്കിപ്പണിഞ്ഞു. ഹി റിഫർബിഷ്ഡ് ഹിസ് ഹൗസ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് പൈസ അയാളുടെ പൊളിഞ്ഞു വീഴാറായ വീട് പുതുക്കി പണിയുന്നതിന് ചെലവഴിച്ചു എന്നാണ്. അപ്പോൾ പൊളിഞ്ഞു വീഴാറായ വീട് എന്നതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഡിലാപ്പിഡേറ്റഡ് ഹൗസ് എന്നാണ് പറയുക. ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു വീട് വളരെ പഴയത് വീഴാറായ മട്ടിലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിലാപ്പിഡേറ്റഡ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ദ മണി വാസ് സ്പെൻഡ് ഓൺ ഹിസ് ഫാമിലി ആൻഡ് ഫോർ റിഫർബിഷിംഗ് ഹിസ് ഡിലാപ്പിഡേറ്റഡ് ഹൗസ്. ചെലവഴിക്കുക എന്നതിനെ സ്പെൻഡ് എന്നാണ് പറയുക. SPEND. ഓക്കെ, പക്ഷെ ഇവിടെ SPENT ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെലവഴിച്ച് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്, അതായത് പാസ്റ്റ് ടെൻസ്. SPEND ന്റെ പാസ്റ്റ് ടെൻസ് ആണ് SPENT.
നല്ലൊരു തുക ബാങ്കിൽ നിക്ഷേപിച്ചു. നല്ലൊരു തുക ബാങ്കിൽ നിക്ഷേപിച്ചു. He deposited a good amount of money in the bank. He deposited a good amount of money in the bank. Good amount of money എന്ന് പറയുമ്പോൾ നല്ലൊരു തുക. ഓക്കെ. ലോട്ടറി അടിച്ചതിന് ശേഷവും അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ചായക്കട നടത്തിപ്പോന്നിരുന്നു. ലോട്ടറി അടിച്ചതിന് ശേഷവും അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന ചായക്കട നടത്തിപ്പോന്നിരുന്നു. Even after winning the lottery, he continued running the tea shop which he had before. Even after winning the lottery, അതായത് ലോട്ടറി വിൻ ചെയ്ത ശേഷവും, വിൻ പറഞ്ഞാൽ ജയിക്കുക. അപ്പോൾ ഈവൻ ആഫ്റ്റർ, അതിനുശേഷവും, he continued running the tea shop. റണ്ണിങ് ദ ടീ ഷോപ്പ്, ഒരു ബിസിനസ് നടത്തുന്നതിനെ റണ്ണിങ് ദ ബിസിനസ് എന്നാണ് പറയുക. അപ്പൊ ഇവിടെ ചായക്കട നടത്തുന്നതിനെ റണ്ണിങ് ദ ടീ ഷോപ്പ് വിച്ച് ഹി ഹാഡ് ബിഫോർ. അയാൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ടീ ഷോപ്പ് അയാള് റൺ ചെയ്തുകൊണ്ടിരുന്നു. ഈവൻ ആഫ്റ്റർ വിന്നിങ് ദ ലോട്ടറി. ഒരു വർഷം മുൻപ് ചായക്കട നിർത്തിയതിനു ശേഷം ആ വരുമാനവും ഇല്ലാതായി. ഒരു വർഷം മുൻപ് ചായക്കട നിർത്തിയതിനു ശേഷം ആ വരുമാനവും ഇല്ലാതായി. After he closed down his tea shop 1 year ago, that income also stopped. After he closed down his tea shop 1 year ago, that income also stopped. അപ്പോൾ ചായക്കട നിർത്തുന്നതിനെ ക്ലോസ്ഡ് ഡൗൺ ഹിസ് ടീ ഷോപ്പ്, ആഫ്റ്റർ അതിനുശേഷം, 1 year ago ഒരു വർഷത്തിന് മുൻപ് അല്ലെങ്കിൽ ഒരു വർഷം മുൻപ്, ദാറ്റ് ഇൻകം ആ വരുമാനം, ദാറ്റ് ഇൻകം ഓൾസോ എന്ന് പറഞ്ഞാൽ ആ വരുമാനവും കൂടി സ്റ്റോപ്പ് ചെയ്തു, ഇല്ലാതായി, നിന്നു. അങ്ങനെയാണ് ലോട്ടറി ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയത്. അങ്ങനെയാണ് ലോട്ടറി ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയത്. That's how he started selling lottery tickets. That's how he started അല്ലെങ്കിൽ he began selling lottery tickets. That's how എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. He started അല്ലെങ്കിൽ began എന്ന് പറഞ്ഞാൽ തുടങ്ങുക, selling lottery tickets. ഒരിക്കൽ കൂടി തന്നെ ഭാഗ്യദേവത കടാക്ഷിക്കുമെന്നാണ് രാമകൃഷ്ണൻ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കൽ കൂടി തന്നെ ഭാഗ്യദേവത കടാക്ഷിക്കുമെന്നാണ് രാമകൃഷ്ണൻ പ്രതീക്ഷിക്കുന്നത്. രാമകൃഷ്ണൻ expects lady luck to glance at him one more time. രാമകൃഷ്ണൻ expects lady luck. expects എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. ലേഡി ലക്ക് എന്നത് ഭാഗ്യദേവത. glance എന്ന് പറഞ്ഞാൽ കടാക്ഷിക്കുക. at him തന്നെ, അയാളെ. one more time ഒരിക്കൽ കൂടി, ഒരു പ്രാവശ്യം കൂടി. അപ്പോ രാമകൃഷ്ണൻ എക്സ്പെക്ട്സ് ലേഡി ലക്ക് ടു ഗ്ലാൻസ് അറ്റ് ഹിം one more time. ഓക്കെ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.